ഹായ്, ഞാൻ നീതു. നമ്മളിപ്പം വെളിയിൽ വെച്ച് കണ്ടായിരുന്നു. മൂവി ഇഷ്ടപ്പെട്ടു. മൂവിയുടെ BGM ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു സീനൊക്കെ കുറച്ച് പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാനായിട്ട് ആ BGM പറ്റി. ബിക്കോസ് നമ്മളെ ഒന്ന് പേടിപ്പിക്കാനും ആ സസ്പെൻസ് തരാനും ആ BGM അടിപൊളിയായിരുന്നു. പിന്നെ കുറെ ആക്ടേഴ്സിനെ കൊണ്ടുവന്നു. നമ്മള് കുഞ്ചൻ അവരൊക്കെ കണ്ടിട്ട് കുറച്ച് നാളായി. എല്ലാരെയും കൊണ്ടുവന്നു. മൺമറഞ്ഞു പോയ സുകുമാർ എല്ലാവരെയും ഫോട്ടോസ് യൂസ് ചെയ്തു. രതീഷ്, ശ്രീവിദ്യ എല്ലാവരുടെയും അവന്റെ പപ്പന്റെ അച്ഛനെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. പപ്പനെ കുഞ്ഞുനാളിലെ അറിയാം. എനിക്കത് പ്രായം തോന്നിക്കരുത്. ഞാനും കുഞ്ഞായിരുന്നു. ഞാൻ അവരെല്ലാവരും ഞങ്ങളറിയാം, കുഞ്ഞാളോട്ട് അറിയാം. പപ്പന്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റും. പപ്പൻ ഭയങ്കര ക്യാരക്ടറല്ലേ ഇത്. അതുപോലൊരു വലിയ നല്ല നമുക്ക് കിട്ടത്തില്ലല്ലോ. അടിപൊളിയായിട്ട് ചെയ്തു. എന്താ ഓരോ സ്ഥലത്ത് റിയാസ്റ്റാൻ ഉണ്ട്. ഇവിടെ റിയാസ്റ്റാൻ ഇവിടെ ഉണ്ട്. പുള്ളി വേറെ അടിച്ച് കയറി പാടാൻ കുറച്ച് വരും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, മമ്മൂക്കയുടെ അതേ ഷേപ്പൊക്കെ ഉണ്ട്, സൗണ്ടും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. അപ്പോ ഫുള്ളായിട്ട് പറയില്ല അവിടെ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ ക്ലൈമാക്സ് സീനൊക്കെ വന്നപ്പോ ഒരുപാട് അഭിനയിക്കാനുണ്ടായിരുന്നു. നമ്മുടെ മമ്മൂക്കയുടെ ഒരു പ്രിവിലേജിലല്ല ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്നത് എന്ന് പറഞ്ഞാലും അല്ല, അഷ്കർ എന്ന് പറഞ്ഞ ആക്ടിങ്ങിന് സ്വന്തം പാഷൻ ഉണ്ട്, സ്വന്തം ആക്ടിംഗ് ലെവൽ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ആക്ടർ ഫാമിലിയിൽ, അതും മമ്മൂക്കയുടെ ഫാമിലിയിൽ വരുമ്പോ നോർമൽ പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ എക്സ്പെക്ടേഷൻ ചെയ്യുമോ എന്ന് അഷ്കർ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സീൻസ് ഒക്കെ ചെയ്യുമ്പോ പ്രേക്ഷകര് മമ്മൂട്ടിയുടെ മരുമോനല്ലേ, അപ്പം ഈ ലെവലിൽ ഞാൻ അഭിനയിക്കണം, അങ്ങനെ ഒരു ടെൻഷൻ കഞ്ഞി കുടിച്ച് പോകണ്ടേ? അത്രേ ഉള്ളൂ. സാധാരണ മമ്മൂക്കയുടെ ഇപ്പം ഈ ചാനലുകളിലൊക്കെ ചില മമ്മൂക്കയുടെ മരുമോൻ അക്ഷർ എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ പോലും വരിക. അപ്പം അത് മരണം വരെ ഉണ്ടോ? ഞാൻ എത്ര സൂപ്പർ സ്റ്റാർ ആയാലും അഭിമാനമല്ലേ? അതുണ്ടോ? അത് നമ്മുടെ ലേബലാണ്. ആ മാറ്റത്തില്ല. ആരെന്ത് പറഞ്ഞാൽ ഞാൻ മാറ്റത്തില്ല. അല്ലേ? നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് മൂവി എന്റെ ഹസ്ബൻഡാണ് ചോദിച്ചത്, വരുമോ എന്ന് ചോദിക്കുന്നു. റൊമാൻറ്റിക് മൂവി സ്ക്രിപ്റ്റ് ഹന്ന എഴുതുന്നുണ്ട്. ഹന്ന തന്നെ ഡയറക്ട് ചെയ്യുന്ന ഒരു പടമുണ്ട്. നമുക്ക് കില്ലർ ഉണ്ടോ? പറഞ്ഞോ. എന്ത് പറയുന്നത് ട്രോളാ ഓൾറെഡി. മൈ ഗോഡ്. ഓക്കെ. No, we are actually working on 2 other projects as well. ഞങ്ങൾ രണ്ടുപേരും തന്നെ. Let's say in short നടക്കുമ്പോൾ നടക്കട്ടെ. ഞങ്ങൾ വെയിറ്റ്. All the best. Thank you. റൊമാൻറ്റിക് മൂവി ഒക്കെ ചെയ്യണോ? വേണം. എന്നെക്കൊണ്ട് റൊമാൻസ് പറ്റുമോ? നമുക്ക് ട്രൈ ചെയ്യാം. ആക്ഷൻ മൂവീസ് ട്രൈ മലയാളത്തിലെ പുതിയൊരു ആക്ഷൻ സ്റ്റാർ ആയിട്ട് വളർന്നവരെ ഞാൻ റൊമാൻസ് പഠിക്കാൻ വേണ്ടി ഹമ്മയുടെ വീട്ടിൽ കല്യാണ വീഡിയോ പോലെ സംസാരിച്ചോട്ടോ. കല്യാണ വീഡിയോ പോലെ സംസാരിച്ചോ. ഞാൻ റൊമാൻസ് ചെയ്ത ഒന്നാണ് എത്തിയെത്തില്ല. പിന്നെ അന്നെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു കുറച്ച് റൊമാൻസ്.